എന്റെ പ്രിയമുള്ളവരെ, മരണത്തിനൊരു വേദനയുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. മരണത്തിനൊരു വേദനയുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. കാരണം അല്ലാഹുവിന്റെ ഖുർആനാ പറഞ്ഞത്. ഒരു മനുഷ്യനും സംശയമില്ലല്ലോ, എല്ലാവരും മരിക്കുമെന്ന് ഉറപ്പാട്. ഇവിടത്തെ നിരീശ്വരവാദികൾ പോലും പറയുന്നുണ്ട് മരണമുണ്ടെന്ന്. എല്ലാവരും ഒരു ദിവസം മരിക്കേണ്ടവരാ. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, മരണത്തിനൊരു രുചിയുണ്ട്. അല്ലാഹുവിന്റെ ഖുർആനാ പറഞ്ഞത്. വിശ്വസിക്കലല്ലാതെ മറ്റൊരു വഴിയുമില്ല. മരിച്ചവരാരും തിരിച്ചു വന്ന് പറഞ്ഞിട്ടുമില്ല. എന്റെ പ്രിയമുള്ളവരെ, മരണത്തിന് വേദനയുണ്ടെന്ന് ഖുർആനാ പറഞ്ഞത്. നമ്മളെല്ലാവരും അനുഭവിക്കേണ്ടവരാണല്ലോ. എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, ഉസ്താദേ, പ്രസവ വേദന വല്ലാത്ത വേദനയാ. അത് മരണത്തിനോട് ചേർത്ത് പറയുന്ന പെണ്ണ്. ഓപ്പറേഷൻ തിയേറ്ററിന്റെ അകത്ത് ഒരു ഡോക്ടറും 3 നേഴ്സുമാര് ചുറ്റുഭാഗത്ത് നിന്ന് നിന്റെ കയ്യും കാലും പിടിച്ചപ്പോ എത്ര വിളിച്ചു കൂവി പെങ്ങള്. ആ വേദന പോലും നിനക്ക് സഹിക്കാൻ കഴിഞ്ഞില്ലല്ലോ. എങ്കിലും മരണത്തിന്റെ രംഗം എങ്ങനെയെന്നറിയുവോ? മരണത്തിന്റെ രംഗം എങ്ങനെയെന്നറിയുവോ? അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, 70,000 മലക്കുകളുടെ നേതൃത്വത്തിൽ ഒരു പടയിറങ്ങി വരികയാ. 70,000 മലക്കുകളുടെ നേതൃത്വത്തില് മലക്കുൽ മൗത്ത് അസ്റായീൽ, 70,000 മലക്കുകള് ഒരു സൈന്യമായിട്ടാണ് വരുന്നത്. എന്തിനെന്നറിയുവോ? ഈ പീറയായ എന്റെയും നിന്റെയും റൂഹ് പിടിക്കാർ. പടച്ചവനെ, ഒരു മനുഷ്യൻ, ആരോഗ്യമുള്ള ഒരു മനുഷ്യനുണ്ടല്ലോ, കൈ നൂത്തൊരടി കുടിച്ചാ താഴെ വീഴുന്ന, ഒരു തലവേദന സഹിക്കാൻ കഴിയാത്ത, റോഡിലൂടെ നടന്നു പോകുമ്പോ കാലൊരു കല്ലിൽ തട്ടിയാ അതിന്റെ വേദന പോലും സഹിക്കാൻ കഴിയാത്ത, പടച്ചവനെ, ആരോഗ്യമില്ലാത്ത എന്റെയും നിങ്ങളുടെയും റൂഹ് പിടിക്കുന്നതിന് വേണ്ടി 70,000 മലക്കുകൾ ഇറങ്ങി വരുമെന്ന് ഖുർആൻ പറയുമ്പോ, അല്ലാഹുവിന്റെ റസൂല് പറയുമ്പോ, ആ രംഗമെന്തേ ചിന്തിക്കാത്തത്? എല്ലാം കാണുന്ന ഒരു രംഗമുണ്ടല്ലോ, നീ നിന്റെ കണ്ണുകൊണ്ട് കാണുമെന്ന് ഖുർആനാ പറഞ്ഞത്. നീ എത്ര വലിയ കൊലകൊമ്പനാണെങ്കിലും നിന്റെ കണ്ണുകൊണ്ട് കാണുമെന്ന് അല്ലാഹു പറഞ്ഞത്. ഫകശഫിനാ അൻക ഇതാഅക ഫബസറുക യൗമ ഹദീദ്. അല്ലാഹുവിന്റെ ഖുർആനാ പറഞ്ഞത്. നിന്റെ കണ്ണുകൊണ്ട് കാണുമല്ലോ, കാണുമ്പോ പെടഞ്ഞ് താഴെ വീഴുകയാ. മലക്കുൽ മൗത്തിനെയും തന്റെ അനുയായികളെയും കാണുമ്പോ അല്ലാഹ് പിടഞ്ഞ് വീഴുകയോ. മലക്കുകളെ 4 ഭാഗത്ത് നിന്നിട്ട് നിന്റെ റൂഹിങ്ങനെ വലിച്ചു പിടിക്കുകയാണ്. റൂഹ് കിടന്നു ഓടുകയാണ്. അവർ പരസ്പരം നിന്നെ തല്ലുകയാ. അവരുടെ കയ്യിലിരിക്കുന്ന ചാട്ടവാറ് കൊണ്ട് തല്ലിച്ചതച്ചിട്ട് നിന്റെ റൂഹിങ്ങനെ വലിച്ചെടുക്കുമ്പോ ആരാ നിന്നെ രക്ഷിക്കാൻ വരിക? ആരാണ് രക്ഷപ്പെടുന്നത്? ആരാണ് നിന്നെ സഹായിക്കുന്നത്? കല്ലാ ഇദാ ബലഗതി തറാഖിയ വകീല മൻ റാഖ വظن أنه الفراق والتفت الساق بساق إلى ربك يومئذ المساق. ആരാടാ പൊന്നുമോന് നിന്നെ രക്ഷിക്കുന്നത്? ആരാ നിന്നെ സഹായിക്കുന്നത്? വിളിക്കടാ, ആരെ വേണമെങ്കിലും വിളിച്ചോ. നിന്നെ കൊണ്ടുപോകാൻ പോവുകയാ. കൂടെ നടന്നവരും കൈയടിച്ചവരും പ്രോത്സാഹനം തന്നവരും ഏത് വൃത്തികെട്ടിനും നിന്റെ കൂടെ നിന്ന് എല്ലാവന്മാരെയും വിളിച്ചോ. നിന്നെ കൊണ്ടുപോകാൻ പോകുകയാടാ. ആരാ നിന്നെ സഹായിക്കുക? ആരാണ് നിന്നെ സഹായിക്കുക? എന്റെ പ്രിയമുള്ളവരെ, മരണമൊരു യാഥാർത്ഥ്യമാ. നിന്റെ വാപ്പ പോയില്ലേ, നിന്റെ ഉമ്മ പോയില്ലേ, നിന്റെ മക്കള് പോയില്ലേ, നിന്റെ കൂടപ്പുറപ്പ് പോയില്ലേ, നിന്റെ കുടുംബക്കാര് പോയില്ലേ, നിന്റെ കൂടെ പഠിച്ചവര് പോയില്ലേ. നീ വിചാരിക്കും ഉസ്താദേ 40 30 50 ഇനിയും ഒരുപാട് കാലം ജീവിക്കുമെന്ന് ഞാനും നിങ്ങളും കരുതുന്നെങ്കിൽ ആരാ പറഞ്ഞത്? എടാ, ഒരേ ഒരു ഹദീസിനാ പറഞ്ഞു തരാ.
മഹാനായ പ്രവാചകൻ പറഞ്ഞതെന്തെന്നറിയുവോ? അനസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകന്റെ വുളു മുറിഞ്ഞു. എപ്പോഴും പ്രവാചകൻ ഉളുവെടുക്കും, എപ്പോഴും ഉളു പറഞ്ഞാൽ ഉളുവെടുക്കും. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, എവിടെയാണ് വെള്ളമുള്ളത്? അവിടെന്ന് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്പം നടക്കണം നബിയേ, അവിടെയാണ് വെള്ളം ഇരിക്കുന്നത്, ഉളുവെടുക്കണമെങ്കിൽ അവിടം വരെ പോകണം. അല്ലാഹുവിന്റെ പ്രവാചകൻ പെട്ടെന്ന് തയമം ചെയ്യുകയാ, മണ്ണിലടിച്ചിട്ട് തയമം ചെയ്തു. അനസ് റളിയല്ലാഹു തആല അൻഹു അവിടെന്ന് ചോദിക്കുന്നു, നബിയേ, ഉളുവെടുക്കണമെങ്കിൽ അവിടെ വരെ പോയാ പോരെ, എന്തിനാണ് തയമം ചെയ്യുന്നത്? എന്തിനാണ് തയമം ചെയ്യുന്നത്? സഹാബാ, അവിടെ വരെ എത്തുമെന്നാരാ പറഞ്ഞത്? അല്ലാഹുവിന്റെ റസൂലാ പറയുന്നത്. അവിടെ വരെ ഉളുവെടുക്കാനുള്ള സ്ഥലം വരെ എത്തുമെന്നാരാ പറഞ്ഞത്? അവിടെ വെച്ച് ഞാൻ അതിനു മുമ്പങ്ങാട്, അവിടെ ചെന്ന് ഉളുവെടുക്കുന്നതിന് മുമ്പങ്ങാട് ഞാൻ മരിച്ചു പോയാ, ശുദ്ധിയുള്ളവനായി മരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു സ്വഹാബോ. അല്ലാഹുവിന്റെ പ്രവാചകൻ പോലും പറഞ്ഞെങ്കിലോ ഒരു കൊതുകിന്റെ ചിറകിന്റെ വില പോലുമില്ലല്ലോ. ഈ ആയിഷാരക്കാടിക്കാരോ ഒരു കൊതുകിന്റെ ചിറകിന്റെ വില പോലുമില്ലല്ലോ. നിനക്ക് ബാങ്കമിക്കാമത്തും പണ്ടേ കൊടുത്തു വെച്ചിരിക്കുകയാ. കാരണം മരിച്ചു കഴിഞ്ഞാ പിന്നെ ബാങ്കമിക്കാമത്ത് കൊടുക്കാൻ സമയമില്ല. കുളിപ്പിച്ച് കൊണ്ടുപോയി 4 തക്ബീർ പറഞ്ഞ് കൈകെട്ടിയിട്ട് പെട്ടെന്ന് കൊണ്ടുപോയി കുടിച്ചിടാൻ വല്ലാത്ത സമയമില്ലാത്തത് കാരണം എന്റെ പ്രിയമുള്ളവരെ എല്ലാ നേരത്തെ ചെയ്തു വെച്ചിരിക്കുകയാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, ഇപ്പോഴെങ്ങും മരിക്കില്ല ഉസ്താദേ എന്ന ചിന്തയോടെ നടക്കുന്ന എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, ഉസ്താദേ പ്രായമായില്ലല്ലോ, രോഗമില്ലല്ലോ, ഇനി ഒരുപാട് കാലം ജീവിക്കുമെന്ന് കരുതിയിട്ട് വൃത്തികേടുകൾ കാണിക്കുന്ന പെങ്ങള്, തുഅമ്മീലു ഫിദ്ദുനിയാ തവീലൻ വലാ തദിരീ ഇലാ ജന്ന ലൈലുൻ ഹൽ തഈസു ഇലൽ ഫജ്രി വകം മിൻ സഹീഹിൻ മാത മിൻ ഗൈരി ഇല്ലതി വകം മിൻ മരീദിൻ ആസ ദഹ്റൻ അലാ ദഹ്രി. ആരാ പറഞ്ഞത്? കവി ചോദിക്കുകയാണ്, തുഅമ്മീലു ഫിദ്ദുനിയാ, നിന്റെ ജീവിതം കണ്ടാ ഒരിക്കലും മരിക്കാത്തവനെ പോലെയാ. കാലാകാലം ഇവിടെ എങ്ങു ജീവിക്കാമെന്ന് നീ കരുതുന്നെങ്കിൽ എന്തൊരു പ്രതീക്ഷയാടാ, എന്തൊരു മോഹങ്ങളാ, എന്തൊരു സ്വപ്നങ്ങളാ. പക്ഷേ എല്ലാം തകർന്ന് തരിപ്പണമാകുമല്ലോ. എപ്പോഴെവിടെ വെച്ചാണ് വരുന്നതെന്നറിയില്ലല്ലോ.